കാൽവരി മലമേൽ കയറി ഉൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി ഉൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാകെയുമന്തിനുമേ പുണ്യ സ്നേഹത്തിനുറവിടമേ. അവനാകെയുമന്തിനുമേ പുണ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ സത്യനാമന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ സത്യനാമന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അനുഭൂയാത്രയാധികാരി പ്രതികൂലങ്ങളാണു നിമിഷം. അനുഭൂയാത്രയാധികാരി പ്രതികൂലങ്ങളാണു നിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാക്കിത്തുക എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാക്കിത്തുക എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്നെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, നീരെല്ലാം തുടച്ചിടുവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, നീരെല്ലാം തുടച്ചിടുവേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അനുഭൂയാത്രയാധികാരി പ്രതികൂലങ്ങളാണു നിമിഷം. അനുഭൂയാത്രയാധികാരി പ്രതികൂലങ്ങളാണു നിമിഷം. എന്നെ ആലോചിക്കും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മിൽ നിറഞ്ഞത് ക്രിസ്തുവോ എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, ക്രിസ്തീയ ജീവിതം
നിറവിൻ്റെ ജീവിതമാണ്. നിറഞ്ഞ ജീവിതത്തിനുടമയാണ് ഒരു യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ ശിഷ്യൻ. നിറഞ്ഞവൻ പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഒരുവൻ നിറയണമെങ്കിൽ ആദ്യം അവൻ ഒഴിഞ്ഞവനായി തീരണം. പണ്ട് നിറഞ്ഞിരുന്നത് എന്തൊക്കെയുണ്ടോ, പണ്ട് നമ്മിൽ നിറഞ്ഞതൊക്കെ എന്തോ അല്ലെങ്കിൽ ആരോ, അതെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒഴിക്കണം. അപ്രകാരം ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റേണ്ടത് ഒഴിക്കുമ്പോൾ നിറയേണ്ടവൻ വന്ന് നിറയും. ദൈവപൈതലിൻ്റെ ജീവിതം ഒരു നിറഞ്ഞ ജീവിതമാകണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. നിറഞ്ഞു കവിയുന്ന ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവർ പ്രിയരെ ഏറെ ഭാഗ്യമുള്ളവരാണ്. നിറഞ്ഞു കവിയുന്ന ജീവിതത്തിനുടമ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും, തന്നെയുമല്ല അനുഗ്രഹമാകുകയും ചെയ്യും എന്നുള്ളതാണ്. നീ ഒരു അനുഗ്രഹമാകുകയും അനേകർക്ക് അനുഗ്രഹമായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. പ്രിയരെ, ക്രിസ്തു നിറഞ്ഞവനായിരിക്കണം ഒരു ക്രിസ്തു വിശ്വാസി. ക്രിസ്തു എല്ലാറ്റിൻ്റെയും നിറവായിരുന്നു. നിറഞ്ഞവനായിരുന്ന എല്ലാറ്റിൻ്റെയും നിറവായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപ നിറഞ്ഞവൻ, സത്യം നിറഞ്ഞവൻ, സ്നേഹം നിറഞ്ഞവൻ, ആത്മാവ് നിറഞ്ഞവൻ, നീതി നിറഞ്ഞവൻ, കരുണ നിറഞ്ഞവൻ, ക്ഷമ നിറഞ്ഞവൻ തുടങ്ങി എല്ലാം നിറഞ്ഞവൻ. എല്ലാറ്റിൻ്റെയും നിറവ് പ്രിയരെ അവനിലുണ്ട്, ക്രിസ്തുവിലുണ്ട്. എല്ലാറ്റിൻ്റെയും നിറവായവൻ നമ്മിൽ നിറഞ്ഞാൽ, നമ്മിൽ നിറയുമ്പോൾ പിന്നെ നമ്മിൽ ജീവിക്കുന്നത് അവനാണ്, ക്രിസ്തുവാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അനുഭവത്തിൽ കൂടി സാക്ഷ്യപ്പെടുത്തിയത്. അതിനുവേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെയും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ എന്നത്ര പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കും ഇങ്ങനെ തന്നെ സാക്ഷിക്കുവാൻ ഇടയായിത്തീരണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. കൃപ നിറഞ്ഞവനായ ക്രിസ്തുവിൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് തങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക്, ക്രിസ്തു തങ്ങളിൽ ജീവിക്കുവാൻ സമർപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ നൽകി കൊടുത്തിരിക്കുന്നു പരിശുദ്ധനായ പിതാവ്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം പ്രിയരെ ക്രിസ്തുവാണ്. നമ്മുടെ ജീവന്റെ ഉറവിടം ക്രിസ്തുവാണ്. ആ ഉറവിടത്തിൽ നിന്ന് സമൃദ്ധിയായ ജീവന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മിൽ നിറഞ്ഞവൻ, ആ നിറഞ്ഞവനാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നതും രക്ഷിക്കുന്നതും. നമ്മിൽ നിറഞ്ഞ് വസിക്കുന്നവനാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ക്രിസ്തു ഉള്ളിൽ നിറയുവാൻ സമർപ്പിക്കപ്പെട്ട ഏവർക്കും അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവനുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിനും ദൈവം തന്നിൽ പകർന്നു കൊടുത്തിട്ടുള്ള ശുശ്രൂഷയ്ക്കും ആവശ്യമായ എല്ലാ കൃപകളും കർത്താവായ ക്രിസ്തുവാകുന്ന നിറവിൽ നിന്നും പ്രാപിക്കുവാൻ അവകാശമുള്ളവനാണ്. ഓരോ ദിവസവും മരുഭൂപ്രയാണത്തിൽ അവർക്ക് ഭക്ഷിക്കുവാൻ മന്ന ലഭ്യമായതുപോലെ ഓരോ ദിവസം ജീവിക്കുവാനുള്ള കൃപ, ഓരോ ശുശ്രൂഷയും തികയ്ക്കുവാനുള്ള കൃപ പ്രിയരെ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. എത്രത്തോളം സ്വീകരിച്ചാലും ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവിൽ നിന്നും എന്നും എപ്പോഴും ലഭ്യമായ കൃപ. ഇന്ന് നാം പ്രാപിക്കുന്ന കൃപ വരുവാനുള്ള കൃപയുടെ മുന്നോടിയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. നാം ദൈവകൃപയുടെ അറിവ് മാത്രമുള്ളവരായി തൃപ്തി അടഞ്ഞിരിക്കുവാനുള്ളവരല്ല. കൃപ പ്രാപിച്ച് ജീവിക്കുന്ന, ശുശ്രൂഷിക്കുന്ന അനുഭവമുള്ളവരായി തീരണം. ആദിമസഭയിലെ വിശ്വാസികളും അപ്പോസ്തലന്മാരും ഇപ്രകാരം അനുഭവമുള്ളവരായി, സാക്ഷികളായി ജീവിച്ചവരായിരുന്നു. കൃപ നിറഞ്ഞവൻ നമ്മിൽ കൃപ പകരുന്നത് പാപം ചെയ്ത് ജീവിക്കുവാനോ, പാപത്തിൽ രസിക്കുവാനോ, പാപത്തിന് കൂട്ടുനിൽക്കുവാനോ അല്ല. പാപിയെ സ്നേഹിച്ച് പാപത്തിൽ നിന്ന് കൃപയുടെ നിറവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ദൈവകൃപയുടെ സാക്ഷ്യം വഹിക്കുവാനും വേണ്ടിയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കൂടപ്പിറപ്പുകളെ,
നിറഞ്ഞു കവിയുന്ന ദൈവകൃപയുടെ സാക്ഷ്യ ജീവിതമായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരുടേത്. അവരെ നിറച്ചത് സകലത്തെയും നിറയ്ക്കുന്ന കർത്താവായിരുന്നു. ഇന്നും കർത്താവ് നിറയ്ക്കുവാൻ ഒരുക്കമുള്ളവനാണ്. നാം നിറഞ്ഞു കവിയുന്നവരായി ജീവിക്കുവാൻ കഴിയുന്നവരായി തീരേണ്ടതുണ്ട്. ക്രിസ്തു നമ്മിൽ നിറഞ്ഞു ജീവിക്കട്ടെ. നമ്മിൽ ആ നിറവ് ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് ഈ നിറവിനെക്കുറിച്ച്, ഈ കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കുന്നവരായി തീരും. നാം സാക്ഷികളാകുന്നില്ലെങ്കിൽ നമ്മിൽ ആ നിറവില്ലെന്ന് നമ്മെ തന്നെ വെളിപ്പെടുത്തുകയല്ലേ. ആകയാൽ ക്രിസ്തു നിറഞ്ഞവരായി നമുക്ക് ജീവിക്കാം. ക്രിസ്തു തന്നെ നമ്മിൽ ജീവിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ ഞങ്ങളെ വായിച്ച് കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ ഒരു നല്ല അവസരം കൂടെ കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് പകലിൽ നൽകി തന്നതിനായി സ്തോത്രം. ഈ വചനത്തിൻ്റെ ഈ ചിന്ത ശ്രദ്ധിച്ച കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ നിറഞ്ഞവരായി, ക്രിസ്തു ഉള്ളിൽ നിറഞ്ഞവരായി ജീവിക്കുവാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുവാൻ, സാക്ഷ്യമുള്ളവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയോടെ നിറയ്ക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നവർ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. യാത്രയാതിരിക്കും പ്രതികൂലങ്ങളൊരു നിമിഷം. യാത്രയാതിരിക്കും പ്രതികൂലങ്ങളൊരു നിമിഷം. പകൽ മേഘസ്തംഭം എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുന്നു. ഞാൻ അവനിടം പറഞ്ഞു. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുന്നു. ഞാൻ അവനിടം പറഞ്ഞു. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ യോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. യാത്രയാതിരിക്കും പ്രതികൂലങ്ങളൊരു നിമിഷം. യാത്രയാതിരിക്കും പ്രതികൂലങ്ങളൊരു നിമിഷം. പകൽ മേഘസ്തംഭം എന്നെ ആരോ